അതെ, ഈ മൊബൈൽ കവറൊക്കെ അലമാരയിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ. എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആകുമെന്ന് പറഞ്ഞ് എടുത്ത് വെക്കണയാണ് ഇതെല്ലാം. അങ്ങനെ ഇന്ന് ഇതിനൊരു തീരുമാനമാക്കാമെന്ന് ഓർത്തു. എന്നിട്ടിതാ ഇതുപോലെ അളന്ന് ഒരു കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് അതിനെ വൈറ്റ് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. നിങ്ങളിപ്പോൾ എടുക്കുന്ന കവർ ഏതാണോ അതിൻ്റെ അളവ് വെച്ച് വേണം കട്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ഈ 3 കവർ എടുത്തേക്കുന്ന അതിൻ്റെ അളവ് വെച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒട്ടിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. മൊബൈൽ കവർ വെച്ച് ചെയ്യുന്ന ക്രാഫ്റ്റിൻ്റെ കുറേ ഡിസൈൻസ് എൻ്റെ മനസ്സിലുണ്ട്. എന്നാലും ഈ ഡെസ്ക് ഓർഗനൈസർ ചെയ്യണമെന്ന് കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പിന്നെ ഇന്ന് അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതെടുത്തത്. ആദ്യം ഓർത്തു ഇത് ഭയങ്കര സിമ്പിളാണെന്ന്. പിന്നെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് നല്ല പണിയാണെന്ന് മനസ്സിലായത്. ഈ കട്ട് ചെയ്യുന്ന പ്രോസസ്സൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. ഈ വൈറ്റ് പേപ്പർ ഒട്ടിക്കുന്നത് ഇച്ചിരി പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു കുപ്പിയുടെ അടപ്പെടുത്താണ് ഞാൻ ഇതിൻ്റെ പിടിയായിട്ട് വെച്ച് കൊടുത്തത്. അതെല്ലാത്തിലും വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ബേസായിട്ട് ഞാൻ വൈറ്റാണ് അടിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ചു കൊടുക്കാം. A few moments later. ഏ ഏ ഏ ഏ ഏ ഏ ഏ ഏ ഇതുവരെ എല്ലാം വളരെ കറക്റ്റായിരുന്നു. പെയിൻറ്റ് ഉണങ്ങിയെന്ന് വിചാരിച്ച് ഞാൻ പോയി പിടിച്ച് വലിച്ചു നോക്കിയതാണ്. അതിൻ്റെ പിടിയെല്ലാം ഊരിപ്പോന്നു. പിന്നെ ഒന്നോടെ ഒട്ടിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക.